ഡോക്ടർ സെലിൻ ഫിലിപ്പ്, ഇവിടെ ശ്രീ ശ്രീജിത്ത് പണിക്കർ ആവർത്തിച്ചുന്നയിച്ച വിഷയത്തിനുള്ള അങ്ങയുടെ മറുപടി, ഈ രാഷ്ട്രീയ ധാർമ്മികത സ്ഥിരം ജാമ്യം കിട്ടിയ ശേഷം അലട്ടേണ്ട ഒന്നാണോ? നേരത്തെ തന്നെ രാജിവെക്കേണ്ടതായിരുന്നില്ലേ? നേരത്തെ രാജിവെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും നാളും നമ്മുടെ ഇതിൻ്റെ കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കുതന്ത്രങ്ങളിൽ അദ്ദേഹം പെട്ടുപോയി എന്നല്ലേ സർ? അദ്ദേഹം 2 വർഷമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളിൽ വീഴാതിരിക്കാനല്ലേ അദ്ദേഹം ശ്രമിച്ചത്? അപ്പൊ ആ കുതന്ത്രങ്ങളിൽ വീണില്ല എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം ജനങ്ങളോട്, ഇന്ത്യയിലെ ജനങ്ങളോട് തന്നെ അഗ്നിശുദ്ധി വരുത്തി വന്നിരിക്കുകയാണ് അദ്ദേഹം. അല്ല മാഡം, ഇതിലൊരു രാഷ്ട്രീയമായിട്ട് BJP വേട്ടയാടുന്നു എന്ന് പറയുമ്പോൾ മാഡം അവിടെ സുഖകരമായി തമസ്കരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകക്ഷിയും ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയും ഒരേപോലെ ഉയർത്തുന്ന ആരോപണങ്ങളാണ് കേജ്രിവാൾ സർക്കാരിനെതിരെ ഉള്ളത്. ശരി, കോൺഗ്രസ് നടത്തിയിരിക്കുന്ന BJP കോൺഗ്രസും ശരി സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീത്തെ ഒന്നും തോന്നരുത്. ഡോക്ടർ സെലിൻ മറുപടി. തീർച്ചയായിട്ടും ഇത് ഇപ്പം അദ്ദേഹം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങളിൽ ഒരു പകുതി കൂടുതൽ ജനങ്ങൾ ഇത് BJPയുടെ കുതന്ത്രമാണെന്ന് വിശ്വസിക്കുമ്പം പകുതി ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്തെങ്കിലും ഇതിനകത്തുണ്ടോ എന്നുള്ള ഒരു ചിന്ത എല്ലാ മനുഷ്യരുടെ കുറെ മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കാരാഗ്രഹവാസവും അറസ്റ്റും തുടർച്ചയായ അറസ്റ്റും ഒരേ പാർട്ടിയിലെ എത്ര ലീഡേഴ്സിനെയാണ് അറസ്റ്റ് ചെയ്തത്? അപ്പം കുതന്ത്രങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുണ്ട്, ഇതിനകത്ത് സത്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ജനങ്ങളുമുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ പൂർണ്ണമായിട്ട്, ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ, ജനങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. ശരി, ഞാൻ ഇടപെടുകയാണ്. ശരി, അതുകൊണ്ടാണ് ആ വലിയ വാക്ക് കേജ്രിവാൾ ഉപയോഗിച്ചതും അഗ്നി പരീക്ഷ എന്ന്.